ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ സദ്യ റെസിപ്പീസ് നിറയെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ സദ്യ റെസിപ്പീസ് സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ വിഷുവിനൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് തൊലി കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നല്ലോണം പഴുത്തിട്ടുള്ള പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് കേടുള്ള ഭാഗമുണ്ട്. അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നല്ല ഭാഗങ്ങൾ എടുത്ത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൽ മുള്ളു പോലത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കളഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്ക് നന്നായിട്ടുണ്ടാവില്ല. അതൊരു പീലർ വെച്ചിട്ട് ഇതേപോലെ കുത്തിയെടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് താത്തി കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് സൗകര്യം അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ പൈനാപ്പിൾ ഇവിടെ ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് പൈനാപ്പിളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കിനി വേവിക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൈനാപ്പിൾ മുങ്ങി കിടക്കണ വിധത്തിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം നമ്മൾ എപ്പോഴും എടുക്കാറുള്ള അളവ് ഗ്ലാസ്സിൽ ആണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുങ്ങിക്കിടക്കണ വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ പൈനാപ്പിൾ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ പൈനാപ്പിൾ ഇവിടെ വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ സമയത്ത് പൈനാപ്പിൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കണം. അടി പിടിക്കാണ്ട് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പൈനാപ്പിൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിലിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങയുടെ പച്ചമണം മാറണ വരയ്ക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് കട്ട ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൈരിൻ്റെ പുളിക്കനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പുളി നോക്കിയിട്ട് തൈര് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടിയും തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് തൈര് എടുത്തതിൽ 1 ടേബിൾ സ്പൂണൊക്കെയാണ് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള തൈരൊക്കെ നമ്മൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൽ പുളിയോ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മധുരമില്ലാത്ത പൈനാപ്പിളൊക്കെ ആണെങ്കിൽ മധുരം കൂട്ടി കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.